നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഫുഡ് ഐറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക ആൾക്കാരും പറയുമല്ലേ ചോറും മീൻകറിയെന്ന്. അപ്പോൾ ദാ ചോറും മീൻകറിയുടെയും കൂടെ ഒരു തോരനുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ തോരനാണ് സ്പെഷ്യൽ റെസിപ്പി ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് പ്രിപ്പറേഷൻസ് എന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു 3 ഐറ്റംസ്, അതായത് ഈ ചോറിൻ്റെ കൂടെ ഈ മീൻകറി ഈ തോരനും കൂടെ നല്ല രുചിയാണ്. അതിൻ്റെ സ്മെല്ലാണെങ്കിൽ നമ്മളെ ഭയങ്കര ടെംപ്റ്റേറ്റിംഗ് ആയിട്ടൊരു സ്മെല്ലും കൂടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ആയിട്ടുള്ള നമ്മുടെ സവോള ഒന്ന് വറുത്തോരി എടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് ഉലുവ പൊട്ടിച്ചിട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണുള്ള മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണുള്ള മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് തീ ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കുക. നമ്മുടെ പുളിക്ക് ആവശ്യത്തിനുള്ള കുടംപുളിയോ വാളംപുളിയോ അത് ചേർത്ത് കൊടുക്കുക. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ അത് ഏതും ആയിക്കോട്ടെ, അത് നന്നായിട്ട് 2 ഭാഗത്തേക്ക് ആ മസാല ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കതൊന്ന് ചെറിയ തീയിലിട്ടൊന്ന് മുരിയിച്ചെടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് പിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് മുരിഞ്ഞ് വരുമ്പോഴേക്കും കയ്യിലുകൊണ്ട് തന്നെ പിച്ചിട്ട് കൊടുക്കാൻ പറ്റും, മുള്ളൊന്നുമില്ലല്ലോ. ഇതിനകത്തേക്ക് 1-2 ടേബിൾ സ്പൂൺ നമ്മുടെ തേങ്ങ ചിരകിയിട്ട് കൊടുക്കുക. അതിലേക്ക് വറുത്തോരി വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് അത് ചേർത്ത് കൊടുക്കുക. ഇനി ഇഞ്ചി ഒരു 1/4 ടീസ്പൂണോളം നീളത്തിലരിഞ്ഞ ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ചേർത്തൊന്ന് വരുമ്പോഴേക്കും നമുക്കിതിനകത്തേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, പക്ഷേ വളരെ എളുപ്പത്തിൽ തീർക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കണേ.